ആമസോൺ മഴക്കാടുകളെക്കുറിച്ചും അതിന് ലോകത്തുള്ള പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആമസോൺ മഴക്കാടുകളിൽ ഉള്ള 10 അപകടകാരികളായ ജീവജാലങ്ങളെക്കുറിച്ചാണ്. സോ എല്ലാവർക്കും മിസ്റ്റി വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒന്ന്, ഗ്രീൻ അനാക്കോണ്ട. ഗ്രീൻ അനാക്കോണ്ട എന്ന് പറയുന്നത് നോൺ വെനമസായ ഒരു ജയന്റ് സ്നേക്കാണ്. ബ്രസീലിയൻ ആമസോണിലും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ ചില ഭാഗങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത്. വെള്ളത്തിൽ ഒളിഞ്ഞു കിടന്ന് ചലിക്കുന്ന വസ്തുക്കളെ പെട്ടെന്ന് ആക്രമിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് വിഴുങ്ങുകയാണ് ഇവ ചെയ്യാറുള്ളത്. സാധാരണയായി വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങളാണ് അനാക്കോണ്ടയുടെ ഇരകളാവാറ്. കരയിൽ ഇവയ്ക്ക് വളരെ മന്ദഗതിയിലേ സഞ്ചരിക്കാൻ കഴിയൂ, എന്നാൽ വെള്ളത്തിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഇര അനാക്കോണ്ടയുടെ പിടിയിലകപ്പെട്ടാൽ അതിനെ ചുറ്റിവരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലും, അതിനുശേഷം വിഴുങ്ങും. എന്നാൽ ഇതുവരെ മനുഷ്യനെ വിഴുങ്ങിയതിന് തെളിവൊന്നും ഇല്ല എങ്കിലും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം അനാക്കോണ്ട മനുഷ്യനെയും വിഴുങ്ങിയതായി പറയപ്പെടുന്നു. വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം അനാക്കോണ്ട മനുഷ്യനേക്കാളും ശക്തിയുള്ളതും ഒരു മനുഷ്യനെ നിഷ്പ്രയാസം വിഴുങ്ങാൻ സാധിക്കുന്നതുമായ ഒരു ജയന്റ് സ്നേക്കാണ്. സോ തെളിവില്ല എങ്കിലും റിപ്പോർട്ടുകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. എന്നാൽ മനുഷ്യനുമായി വളരെ റെയറായി മാത്രം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ജീവി എന്ന നിലയ്ക്ക് മനുഷ്യർക്ക് അനാക്കോണ്ട മൂലം അപകടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആമസോണിലെ മറ്റൊരു അപകടകാരിയായ ജീവിയാണ് പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. വിഷമുള്ള ഇത്തരം തവളകൾ ആമസോണിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ജീവിയായാണ് കണക്കാക്കപ്പെടുന്നത്. ആമസോണിൽ ധാരാളമായി കാണപ്പെടുന്ന ഈ നിറമുള്ള തിളങ്ങുന്ന തവളകൾ നമുക്ക് കാഴ്ചയ്ക്ക് മനോഹരമായി തോന്നാമെങ്കിലും ഇവയിൽ ചിലതിൻ്റെ തൊലി 10 പ്രായപൂർത്തിയായ മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തമാണ്. പോയ്സൺ ഡാർട്ട് ഫ്രോഗ് എന്ന പേര് വന്നത് ഈ തവളകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷമുള്ള ഡാർട്ടുകളിൽ നിന്നാണ്. തദ്ദേശീയരായ വേട്ടക്കാർ ഇവയുടെ വിഷം അമ്പിൽ പുരട്ടി മൃഗങ്ങളെ വേട്ടയാടാനായി ഉപയോഗിക്കാറുണ്ട്. ഡാർട്ട് തവളകളിൽ ഏറ്റവും വിഷമുള്ള ഇനങ്ങളിലൊന്നാണ് സ്വർണ്ണ വിഷത്തവള അഥവാ ഗോൾഡൻ പോയ്സൺ ഫ്രോഗ്. ഈ തവളകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷത്തെ ബാട്രോക്കോടോക്സിൻ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ വിഷം ചെറിയ അളവിൽ പോലും അപകടകാരിയാണ്. പിരാനകൾ. ആമസോൺ നദീതടത്തിലെ ഏറ്റവും അപകടകാരിയായ ജലജീവികളിൽ ഒന്നാണ് പിരാനകൾ. ശക്തമായ താടിയെല്ലുകൾക്കും റേസർ മൂർച്ചയുള്ള പല്ലുകൾക്കും കുപ്രസിദ്ധമായ ശുദ്ധജല മത്സ്യങ്ങളാണ് പിരാനകൾ. ബോണി ഫിഷുകളിൽ ഏറ്റവും ശക്തമായി കടിക്കാൻ കഴിയുന്ന ഇനമാണിവ. ഇവയിൽ ഏറ്റവും ശക്തമായി കടിക്കാൻ കഴിയുന്ന കറുത്ത പിരാനയുടെ കടിയേറ്റാൽ മനുഷ്യരുടേതുൾപ്പെടെ എല്ലാ മാംസവും എളുപ്പത്തിൽ കീറാൻ കഴിയും. പിരാനകൾ നരഭോജികളാണോ എന്ന് ചോദിച്ചാൽ ഇവ നിരവധി തവണ മനുഷ്യനെ തിന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2015 ബ്രസീലിലെ മൈക്കുരു നദിയിൽ നിന്ന് പിരാനകൾ ഭാഗികമായി ഭക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. പെൺകുട്ടി മുത്തശ്ശിക്കും മറ്റ് 4 കുട്ടികൾക്കുമൊപ്പം ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ട് മറിഞ്ഞ് പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. പിന്നീടാണ് പാതി ഭക്ഷിച്ച രീതിയിൽ പെൺകുട്ടിയുടെ ശരീരം ലഭിക്കുന്നത്. ഈ മത്സ്യം വളരെ അപകടകാരിയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടും മനുഷ്യർ ഇവയെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് പല ഉപകരണങ്ങളും ഉണ്ടാക്കാറുമുണ്ട്. ആമസോൺ വനാന്തരങ്ങളിലെ മറ്റൊരു അപകടകാരിയായ ജീവിയാണ് ബ്ലാക്ക് കൈമൻ അല്ലെങ്കിൽ കറുത്ത ചീങ്കണ്ണി. അലിഗറ്റോറിയുടെ കുടുംബത്തിലെ ഏറ്റവും വലിയതും ശക്തനുമായ അംഗമാണ് ബ്ലാക്ക് കൈമൻ അഥവാ കറുത്ത ചീങ്കണ്ണി. ആമസോൺ നദിയിലും ആമസോണിലെ തടാകങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഇവ. ആമസോൺ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ വേട്ടക്കാരായാണ് ഇവയെ കണക്കാക്കുന്നത്. വിവിധ ഇനം പക്ഷികൾ, ഉരഗങ്ങൾ, മത്സ്യം, സസ്തനികൾ എന്നിവ മുതൽ അറിയാതെ ഇതിൻ്റെ പ്രദേശത്തു കൂടെ പോകുന്ന ഏതൊരു മൃഗത്തെയും ആക്രമിക്കാൻ ശക്തനാണ് ഈ ജീവി, അത് മനുഷ്യനാണെങ്കിൽ പോലും. ഇലക്ട്രിക്കൽ ഈൽ ഫിഷ്. ബ്രസീലിലെ ആമസോൺ നദിയിലെ വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന അപകടമാണ് ഇലക്ട്രിക്കൽ ഈൽ ഫിഷ്. അതിനെ പിടിക്കാനോ അപകടത്തിൽപ്പെടുത്താനോ ശ്രമിക്കുന്നത് മനുഷ്യനാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഷോക്ക് ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ മത്സ്യങ്ങൾക്കുണ്ട്. ഈ മത്സ്യത്തിൻ്റെ വയറിലെ അവയവങ്ങൾക്ക് മാരകമായ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇരയെ പിടിക്കാനും ഇവ ഈ കഴിവ് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യർക്കെതിരായുള്ള മാരകമായ ആക്രമണങ്ങൾ വളരെ വിരളമാണ്. എന്നാൽ വെള്ളത്തിൽ വെച്ച് മനുഷ്യന് ഇതിൻ്റെ ഷോക്കേറ്റാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കറുത്ത ചീങ്കണ്ണിയെപ്പോലും കൊല്ലാൻ പ്രാപ്തിയുണ്ട് ഈ മത്സ്യത്തിന്.
ജാഗ്വർ. ആമസോൺ കാടുകളിലെ ഒരു കരിസ്മാറ്റിക് മൃഗമാണ് ജാഗ്വർ. ഇവ ഒരു നിർബന്ധിത മാംസഭോജിയാണ്. ഒരു ജാഗ്വറിൻ്റെ ഭക്ഷണക്രമം വിശാലവും വൈവിധ്യപൂർണവുമാണ്. അതിൽ കുറഞ്ഞത് 87 ഇനം ജീവികൾ ഉൾപ്പെടുന്നു. ഈ ഭക്ഷണക്രമത്തിൽ മനുഷ്യൻ ഉൾപ്പെടുന്നില്ല എങ്കിലും ജാഗ്വറിന് ഒരു മനുഷ്യനെ കൊല്ലാൻ നിഷ്പ്രയാസം സാധിക്കും. കറുത്ത ചീങ്കണ്ണി മുതൽ പല ശക്തരായ ജീവികളും ജാഗ്വറിന് ഇരയാവാറുണ്ട്. ഇരയെ കൊല്ലാൻ ശ്വാസം മുട്ടിക്കുക, അല്ലെങ്കിൽ തൊണ്ടയിൽ ആഴത്തിൽ കടിക്കുക, തലയോട്ടിയുടെ ടെമ്പറൽ ബോണിൽ കടിച്ച് തലച്ചോറിന് ക്ഷതമേൽപ്പിക്കുക തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കറുത്ത ചീങ്കണ്ണിയെ അതിൻ്റെ പുറകിലൂടെ ആക്രമിച്ച് കീഴടക്കുകയാണ് പതിവ്. ഈ ശക്തനായ വേട്ടക്കാരന് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് മനസ്സിലാക്കാൻ മുകളിൽ വിവരിച്ചത് തന്നെ ധാരാളമാണ്. ആമസോൺ വനങ്ങൾ അതിവേഗത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗറുകളും മനുഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ കാടുകളിലെ മറ്റൊരു അപകടകാരിയായ ജീവിയാണ് വാണ്ടറിംഗ് സ്പൈഡേഴ്സ്. ബ്രസീലിയൻ ചിലന്തികളിൽ ഏറ്റവും വിഷമുള്ള ഇനമാണിവ. ഈ ചിലന്തിയുടെ ശാസ്ത്രീയ നാമമായ ഫോണൂട്രിയ പോലും ഗ്രീക്കിൽ കൊലപാതകി എന്നാണ് അർത്ഥമാക്കുന്നത്. അലഞ്ഞു തിരിയുന്ന ചിലന്തികൾ അഥവാ വാണ്ടറിംഗ് സ്പൈഡേഴ്സ് എന്നതിന് പേര് വരാൻ കാരണം ഇവ രാത്രികളിൽ തറയിൽ ഇഴയാൻ ഇഷ്ടപ്പെടുന്നവയും ചിലന്തി വല കെട്ടുന്നതിന് പകരം അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം തേടുന്നവയുമാണ് എന്നതിനാലാണ്. പകൽ സമയങ്ങളിൽ വാഴകളിലും മറ്റും ഒളിച്ചിരിക്കുന്ന ഇവ തെക്കേ അമേരിക്കയിൽ നിന്ന് വാഴപ്പഴം കയറ്റുന്നതിൻ്റെ കൂടെ ജനവാസ സ്ഥലങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും എത്തിപ്പെടാറുണ്ട്. ജനവാസ സ്ഥലങ്ങളിൽ എത്തുന്ന ഇത്തരം ചിലന്തികൾ പലയിടത്തും ഒളിച്ചിരിക്കുകയും ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ്റെ സാമീപ്യമറിഞ്ഞാൽ കടിക്കുകയും ചെയ്യും. ഇത് വളരെ ചെറിയ ഒരു ജീവിയായതിനാൽ പെട്ടെന്നൊന്നും ആരുടെയും കണ്ണിൽപ്പെടില്ല. 1996 മരുന്ന് കണ്ടെത്തുന്നതുവരെ 14 പേർ ഈ ചിലന്തിയുടെ കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ ചിലന്തിയുടെ വിഷം കടുത്ത തലവേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്നു. അങ്ങനെ പക്ഷാഘാതത്തിലേക്കും മരണത്തിലേക്കും നയിക്കപ്പെടുന്നു. ആമസോണിലെ അടുത്ത അപകടകാരിയായ മറ്റൊരു ജീവിയാണ് ആമസോൺ ജെയിന്റ് സെന്റിപേഡ്. പെറുവിലെ ഭീമൻ യെല്ലോ ലെഗ് സെന്റിപേഡ് അല്ലെങ്കിൽ ആമസോണിലെ ഭീമൻ സെന്റിപേഡ് ലോകത്തിലെ ഏറ്റവും വലിയ സെന്റിപേഡ് ഇനങ്ങളിൽ ഒന്നാണ്. ഏകദേശം 30 സെന്റിമീറ്റർ നീളമുള്ള ഈ ജീവി പലതരം മൃഗങ്ങളെ വേട്ടയാടുന്നവയാണ്. പാമ്പുകൾ, തവളകൾ, എലികൾ, വവ്വാലുകൾ, പക്ഷികൾ മുതൽ ഇവയേക്കാൾ വലിപ്പമുള്ള ജീവികളെ പോലും കീഴടക്കാനും കൊല്ലാനും ഈ ജയന്റ് സെന്റിപേഡുകൾക്ക് കഴിയും. ഈ ജയന്റ് സെന്റിപേഡുകളുടെ ആയുധമെന്ന് പറയുന്നത് പൊർസിഫ്യൂളുകൾ എന്നറിയപ്പെടുന്ന 2 ജോഡി കാലുകളാണ്. ഇവ ഇരയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറ്റി മാരകമായ വിഷം ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യാറുള്ളത്. ഈ കൊലയാളി ജീവികൾക്ക് ഗുഹകളുടെ മേൽത്തട്ടിൽ കയറാനും സീലിംഗിൽ വവ്വാലുകളെ പോലെ തൂങ്ങിക്കിടന്ന് ഇരയെ പിടിക്കാനും സാധിക്കും. ഇതുവരെ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സെന്റിപേഡ് കൊന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആമസോൺ വനാന്തരങ്ങളിലെ മറ്റൊരു അപകടകാരിയായ ജീവിയാണ് ബുള്ളറ്റ് ആൻഡ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഉറുമ്പുകൾ. ബുള്ളറ്റ് ഉറുമ്പുകൾ അവയുടെ ശക്തമായ കുത്തലിന് പേര് കേട്ടവയാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു തരം മാരകമായ ഉറുമ്പുകളാണിവ. അനുഭവസ്ഥരായ ചിലരുടെ അഭിപ്രായത്തിൽ ഇവ കടിച്ചാൽ ഒരു ബുള്ളറ്റ് ഷോട്ടിൻ്റെ വേദനയ്ക്ക് സമമാണ്. ഒരിക്കൽ ഇത് കടിച്ചാൽ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ആ വേദന നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. ആമസോൺ കാടുകളിലെ മറ്റൊരു അപകടകാരിയായ ജീവിയാണ് മോസ്കിറ്റോസ്, അതായത് കൊതുകുകൾ. ആമസോൺ കാടുകളിലെ വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊതുകുകൾ ഒരു അപകടകാരിയായ ജീവി തന്നെയാണ്. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ ഉഷ്ണമേഖലാ ചുറ്റുപാടുകളിൽ കൊതുകുകൾ വളരുകയും ആമസോൺ മഴക്കാടുകൾ ഈ പ്രാണികൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. കൊതുകുകൾ മലേറിയ, മഞ്ഞപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന രോഗകാരിയുടെ വാഹകരാണ്. ആമസോണിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് മഞ്ഞപ്പനി പ്രതിരോധ കുത്തിവയ്പ്, കൊതുകിനെ അകറ്റുന്നതിനുള്ള ക്രീമുകളും മറ്റു അനുബന്ധ പ്രതിരോധ നടപടികളും ഉൾപ്പെടുന്ന കൊതുകുകടി ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ നിർബന്ധമാണ്. ഇതുകൂടാതെ ഇനിയും നിരവധി അപകടകാരികളായ ജീവികൾ ആമസോൺ വനാന്തരങ്ങളിലുണ്ട്. അടുത്ത എപ്പിസോഡിൽ ആമസോണിലെ മോസ്റ്റ് ഡെഡ്ലി വെനമസ് സ്നേക്കുകളെക്കുറിച്ച് അല്ലെങ്കിൽ അപകടകാരികളായ പാമ്പുകളെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളും അറിവ് പകരുന്നതുമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. until we meet in the next episode, this is your Krishna signing off. Take care, stay safe, bye.